ഹായ്, അപ്പം സെക്രട്ടേറിയറ്റ് OA എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളതാണ്. എത്ര കട്ട് ഓഫ് ആവും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചോദ്യം. പലരും ചോദിക്കുന്ന ചോദ്യമാണ് പരീക്ഷ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു ചിന്ത മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. പലപ്പോഴും അത് തെറ്റാറുണ്ട്, പലപ്പോഴും അത് ശരിയാവാറുണ്ട് എന്നുള്ളതാണ് എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ആൻസർ ചെയ്യിപ്പിക്കുകയും അത് പിന്നീട് ഒന്ന് നോക്കുന്ന സമയത്ത് ആ ആൻസർ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചോദ്യങ്ങളിലുള്ള ചെറിയ പിശകുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് GK എടുത്ത് നോക്കുകയാണെങ്കിൽ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് 70 ചോദ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 28ഓളം ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങൾ, എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളാണ്, ഏതൊരാൾക്കും കിട്ടുന്ന ചോദ്യങ്ങളാണ്. ദെൻ ഒരു 22 ചോദ്യങ്ങൾ ഒരു ആവറേജ് കാറ്റഗറിയും പ്ലസ് ചെറിയൊരു എബോ ആവറേജ് വരാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലും കണക്കാക്കാവുന്ന ചോദ്യങ്ങൾ ഒരു 22ഓളം ചോദ്യങ്ങൾ GKയിൽ ഉണ്ടായിരുന്നു. ബാക്കി 20 ചോദ്യങ്ങൾ അത്യാവശ്യം ടഫ് എന്ന രീതിയിൽ കണക്കാക്കാവുന്ന ചോദ്യങ്ങളാണ്. അതായത് ഈ ഒരു എക്സാം എഴുതുന്ന ആളുകളുടെ ചിന്താഗതി അനുസരിച്ചാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രിലിംസ് പാസ്സായിട്ടുള്ള ആ ഒരു നിലവാരക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ ഒരു പരീക്ഷയിൽ തന്നെ നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ വരെയും ഉണ്ടാവും പലരും. ഒരു പക്ഷേ ഈ ഒരു പ്രിലിംസ് പാസ്സായിട്ടുണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഗംഭീര പഠനം നടത്തിയിട്ടുണ്ടാവും. കാരണം സെക്രട്ടേറിയറ്റ് OA എന്നുള്ളത് സെക്രട്ടേറിയറ്റിലെ OA അല്ലേ, OA ആണ്, സെക്രട്ടേറിയറ്റിലാണ് എന്നുള്ളതുകൊണ്ട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അതേസമയം അതിന് താല്പര്യം കൂടുതൽ കാണിക്കുന്ന ആളുകളും ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം അങ്ങനെയാണ് GKയുടെ കാര്യം. ദെൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആ ഒരു 30 മാർക്കിൻ്റെ ഏരിയയിൽ ഒരു 13 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. ഒരു 9 ചോദ്യങ്ങൾ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 8 ക്വസ്റ്റ്യൻസ് എന്താണ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളുമാണ്. ആ രീതിയിലാണ് ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ സ്ഥിതി എന്ന് പറയാവുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 41 ചോദ്യങ്ങൾ വളരെ ഈസി, ആവറേജ് 31, ഒരു ടഫ് ക്വസ്റ്റ്യൻസ് 28. ഇപ്പോൾ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ എടുത്ത് കണ്ടിട്ടുണ്ടാവും. EC 41 പ്ലസ് ഇവിടുത്തെ പകുതിയാണ് എടുക്കേണ്ടത്. അവിടെ ഞാൻ എങ്ങനെയല്ലേ എടുത്തിട്ടുണ്ടാവുക? കാരണം എന്താ, അവിടെ അത് സിവിൽ എക്സൈസ് ഓഫീസറാണ്, +2 ലെവൽ എക്സാം ആണ്, ഫോഴ്സ് എക്സാം ആണ്. അതിനെന്തുണ്ട്, ഫിസിക്കൽ ഉണ്ട്, പിന്നെ എല്ലാവരും ഒപ്റ്റയിൽ, അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഓക്കെ, സെക്രട്ടേറിയറ്റ് OA എന്നുള്ളത് അതുപോലുള്ളൊരു എക്സാം അല്ല, ഒരു 10th ലെവൽ എന്നുള്ള ആ ഒരു കാറ്റഗറി വരുന്ന എക്സാമാണ്. 10th ലെവൽ PSC പരീക്ഷകളുടെ അതേ സിലബസ് വെച്ച് നടന്നിട്ടുള്ള എക്സാമാണ്. ഈ PSC പരീക്ഷ നോക്കുന്ന ഭൂരിഭാഗം ആളുകളിലെ വലിയൊരു ശതമാനവും അപ്രോച്ച് ചെയ്യുന്ന ഒരു സിലബസ് ആണത്. ആ സിലബസ് അടങ്ങുന്ന പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 41 + 31 രണ്ടും കൂടി എടുക്കണം. അപ്പോൾ ഒരു 72. ഈ ഒരു മാർക്കാണ് ഒരു അത്യാവശ്യം ഇത് നേടാൻ അർഹതയുള്ള ഒരു ഉദ്യോഗാർത്ഥി, ഒരു ഭയങ്കര സെറ്റപ്പ് ഉദ്യോഗാർത്ഥി എന്നല്ല, ഒരു നല്ല ഉദ്യോഗാർത്ഥി, നേടാൻ താല്പര്യമുള്ള, അർഹതയുള്ള, കഴിവുള്ള, നന്നായിട്ട് പ്രയത്നിച്ച ഒരു ഉദ്യോഗാർത്ഥി ആ പരീക്ഷ ഹാളിലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നേടുന്ന മാർക്ക് 72 എന്ന് വെച്ചാൽ 72-ന് മുകളിലുള്ള ആരും ഉണ്ടാവില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അത്തരം ആളുകൾക്ക് കിട്ടുന്ന മാർക്കാണ് 72+ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഇതിനേക്കാളും നല്ല രീതി, നല്ല ലെവലിലുള്ള, അതായത് ഇതിൻ്റെ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ പഠനം കണ്ടിന്യൂ ചെയ്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പരീക്ഷ കഴിഞ്ഞാൽ, പ്രിലിംസ് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ തന്നെ മെയിൻസിന് പഠിക്കുക എന്നുള്ളതാണ്, മറ്റൊന്നും നോക്കണ്ട. അതൊക്കെ ഉൾക്കൊണ്ട് ആ രീതിയിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ അതിനേക്കാളും കൂടുതൽ മാർക്കുകളൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 72 എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1-2 ഘടകങ്ങൾ വേറെ പരിഗണിക്കാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സെക്രട്ടേറിയറ്റിലെ OA അല്ലേ, അപ്പം ഇത് എത്ര കാര്യമായിട്ട് നോക്കണോ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റു പരീക്ഷകളൊക്കെ വരുന്നുണ്ടല്ലോ, അതിന് നോക്കാം. അല്ലെങ്കിൽ ഇന്ന പരീക്ഷയുടെ ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിന് നോക്കണ്ട. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ LDC ഒക്കെ ഇതിന് മുമ്പ് എഴുതി നന്നായിട്ട് മാർക്കൊക്കെ നേടിയതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ നിർത്തേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ ഈ ഒരു മെയിൻസിനെ കണ്ടവർ കുറേ പേരുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലാണ് എന്നുള്ളത് കൊണ്ടും അല്ലെ, അവിടെ പോയി വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പല ജില്ലക്കാരും അതിനത്ര പ്രാധാന്യം കൊടുക്കാത്ത പല ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കൂടെ പരിഗണിക്കുമ്പോൾ, ആ ഒരു അപ്രോച്ച് കൂടെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ 72-ന് ഒരു ഇത്തിരി താഴോട്ടേക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ താഴോട്ടേക്ക് പിടിച്ചിട്ട് അല്ലേ, ഇവരുണ്ടാക്കുന്ന ലിസ്റ്റ് അത്യാവശ്യം വലിയൊരു ലിസ്റ്റുമാണ്. കാരണം അത് നല്ല നിയമനം നടന്നൊരു ലിസ്റ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തത് അല്ലെ, റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പോയതാണ് അല്ലെ, പൂർണ്ണമായിട്ട് നിയമനം നടന്ന് തീർന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റാങ്ക് ലിസ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ അല്ലേ PSC ശ്രമിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ 72-ന് അത്യാവശ്യം ഒരു 4-5 മാർക്ക് വരെ താഴോട്ടേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ഇവിടുന്ന് ഒരു 72-ന് ഒരു 5 മാർക്ക് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്രയാണ്, 67 അല്ലെ, 5 മാർക്ക് താഴോട്ട് ഇറങ്ങി. ദെൻ
ഇവിടെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഇത്ര നിയമനം നടന്നു അതൊന്നും പരിഗണിക്കുന്നില്ല, അതേപോലെയൊക്കെ തന്നെയുള്ള റാങ്ക് ലിസ്റ്റാണ് ഇടുന്നത്. കാരണം ഇനിയിപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അല്ലാതെയും റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് തന്നെ വലിയൊരു ശതമാനത്തിന് കിട്ടുന്നില്ല എന്നുള്ള സമരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ PSC ലിസ്റ്റ് ഒന്ന് അധികം വലുതാക്കുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്കും പോയേക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 3 മാർക്ക് അങ്ങോട്ടും പിടിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിനിടയിൽ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്താണ്, ഇത് ശരിയായാലുള്ള പൂച്ചണ്ടുകൾ ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് വരാറില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായാൽ നിങ്ങളെറിയുന്ന കല്ലുകൾ എന്നെ ബാധിക്കുകയുമില്ല. ഓക്കെ.